സബാഹുൽ ഖൈർ, കൈഫ ഹാലുക്കും ബിഖൈർ, അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 പ്രവർത്തനങ്ങൾ തന്നിരുന്നു. ഹൽ നസീതും, ഓർക്കുന്നില്ലേ നിങ്ങൾ? 2 പ്രവർത്തനങ്ങൾ അല്ലേ? മാദാ കാനൽ അവ്വൽ, ഒന്നാമത്തെ എന്തായിരുന്നു? ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? സഫറക്കും ഇസ്നാൻ വസലാസൂൻ, പേജ് 32 നഖ്താറുൽ കലിമാത്ത് അത്തഹ്ദീബിയ മിൻ ഹാദൽ ഹിവാർ. നഖ്താറു അൽ കലിമാത്ത് തഹ്ദീബിയ, കലിമാത്ത് തഹ്ദീബിയ കണ്ടെത്താനാണ്. മിൻ ഹാദൽ ഹിവാർ, ഹാദ യൗമുന എന്ന നമ്മൾ പഠിച്ച ആ ഹിവാറിൽ നിന്ന് അതിൽ വന്നിട്ടുള്ള കലിമാത്ത് തഹ്ദീബിയ കണ്ടെത്തണം. അതാണ് ആദ്യത്തെ പ്രവർത്തനം. നമ്മൾ പറഞ്ഞിരുന്നു കലിമാത്ത് തഹ്ദീബിയ എന്താണ് എന്നൊക്കെ അല്ലേ? അപ്പോൾ അതനുസരിച്ച് ആ ഹിവാറിൽ നോക്ക് ഏതൊക്കെ കലിമാത്ത് തഹ്ദീബിയ വന്നിട്ടുണ്ടെന്ന്. നിങ്ങളൊക്കെ അത് എഴുതിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. എന്നാലും ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്. ആ ഹിവാർ തുടങ്ങുമ്പോൾ തന്നെ ജാബിർ പറയുന്നത് എന്താണ്? ജാബിർ പറയുന്നത് അഹ്ലൻ യാ രാഹുൽ, അഹ്ലൻ എന്നാണ് അല്ലേ? അതൊരു കലിമാത്ത് തഹ്ദീബിയാണ്. കലിമാത്ത് തഹ്ദീബിയയിൽപ്പെട്ട ഒരു വാക്കാണ് അഹ്ലൻ എന്ന വാക്കില്ലേ? അപ്പോൾ അതാണ് ഒന്ന്. അതിന് തിരിച്ച് രാഹുലിൻ്റെ മറുപടി നോക്ക്. അഹ്ലൻ വസഹ്ലൻ യാ ജാബിർ, അഹ്ലൻ വസഹ്ലൻ. ഇതും കലിമാത്ത് തഹ്ദീബിയയിൽ പെട്ടതാണ്. അപ്പോൾ നമുക്ക് 2 കിട്ടിയില്ലേ? ഫസ്റ്റ് ഹിവാറിൻ്റെ തുടക്കത്തിൽ തന്നെ 2 കിട്ടി. അഹ്ലൻ എന്ന് പറയുന്നതും അതിന് തിരിച്ചുള്ള മറുപടി അഹ്ലൻ വസഹ്ലൻ എന്നതും കലിമാത്ത് തഹ്ദീബിയയിൽ വരുന്നതാണ്. തമാം. അയ്യോ സുമ ജാബിർ ശുക്രൻ മറ്റാ വസൽത, അവിടെ ഒരു കലിമാത്ത് തഹ്ദീബിയുണ്ട്. ശുക്രൻ എന്ന വാക്കില്ലേ? താങ്ക്സ്, നന്ദി. ആ നന്ദി എന്ന വാക്കും കലിമാത്ത് തഹ്ദീബിയയിൽ വരുന്നതാണ്. അപ്പോൾ ശുക്രൻ. ആ ഹിവാറിൻ്റെ തുടക്കത്തിൽ തന്നെ 3 കിട്ടി നമുക്ക്. അഹ്ലൻ, അഹ്ലൻ വസഹ്ലൻ, ശുക്രൻ. സുമ, പിന്നെയോ? പിന്നെ കലിമാത്ത് തഹ്ദീബിയായി ഹിവാറിലുണ്ടോ? ഉണ്ട് അല്ലേ? പേജ് മറിച്ചാൽ കാണും. അവസാനം ജാബിർ പറയുന്നുണ്ട് മാഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് സന്തോഷമോ അത്ഭുതമൊക്കെ തോന്നുമ്പോൾ പറയുന്ന വാക്കാണ് മാഷാ അല്ലാഹ്. അതും കലിമാത്ത് തഹ്ദീബിയയിൽ വരുന്നതാണ്. അപ്പോൾ ആകെ ഈ ഹിവാറിൽ, ഹാദാ യൗമുന എന്ന നമ്മുടെ ഈ ഹിവാറിൽ 4 വാക്കുകൾ വന്നു, കലിമാത്തുകൾ വന്നു. തഹ്ദീബിയയുടെ 4 കലിമാത്തുകൾ വന്നു. അപ്പോൾ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ആരെങ്കിലും എഴുതാത്തവരുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കണം. ഈ പാഠത്തിൽ വന്ന കലിമാത്ത് തഹ്ദീബിയ ഏതൊക്കെയാണ്? അഹ്ലൻ, അഹ്ലൻ വസഹ്ലൻ, ശുക്രൻ, മാഷാ അല്ലാഹ്. ഈ 4 കലിമാത്തുകളാണ് ഈ പാഠത്തിൽ വന്ന കലിമാത്ത് തഹ്ദീബിയ. അപ്പോൾ മനസ്സിലായില്ലേ? തമാം. സുമ്മ, ഇനി രണ്ടാമത് പറഞ്ഞ പ്രവർത്തനം. രണ്ടാമതൊരു പ്രവർത്തനം തന്നിരുന്നു. നക്തശിഫുൽ കലിമാത്ത് അത്തഹ്ദീബിയ, കലിമാത്ത് തഹ്ദീബിയയുടെ ഒരു പട്ടിക ഉണ്ടാക്കാനാണ്, ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന എല്ലാ കലിമാത്ത് തഹ്ദീബിയയും ഉപയോഗിച്ച് ഒരു പട്ടിക ഉണ്ടാക്കുക. അപ്പോൾ നമുക്കറിയുന്നതൊക്കെ ഇതിലെഴുതാം. 1, 2 എന്ന് നമ്പർ ഇട്ട് എഴുതിയാൽ മതി. ഇനി നമ്പർ ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയുന്ന എല്ലാ കലിമാത്ത് തഹ്ദീബിയയും നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ടാവണം. കുറച്ച് ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ പലതും എഴുതിയിട്ടുണ്ടാവും, പല കുട്ടികളും പല വാക്കുകളും കണ്ടെത്തി എഴുതിയിട്ടുണ്ടാവും. കാരണം നമ്മൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഇപ്പോൾ 3ാം ക്ലാസ്സിലൊക്കെ കുറേ അങ്ങനത്തെ വാക്കുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ചില വാക്കുകൾ നമുക്ക് പറയാം. ഇവിടെ ഉദാഹരണം വെച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഒരു മിസാൽ കൊടുത്തിട്ടുണ്ട്. സബാഹുൽ ഖൈർ, ഒരു ഉദാഹരണം ഇവിടെ കൊടുത്താൽ എന്താണ്? സബാഹുൽ ഖൈർ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അപ്പം തന്നെ ഒന്ന് കിട്ടി. സബാഹുൻ നൂർ അല്ലേ? സബാഹുൽ ഖൈർ എന്ന് പറഞ്ഞാൽ തിരിച്ച് പറയുന്നത് എന്താണ്? സബാഹുൻ നൂറാണ്. അപ്പോൾ അവിടെ 2 കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതുപോലെ നമുക്ക് വൈകുന്നേരം പറയുന്ന ഒന്നുണ്ട്, ഉച്ച തിരിഞ്ഞ് പറയുന്നത് മസാ ഉൽ ഖൈർ അല്ലേ? അത് കിട്ടി. മസാ ഉൽ ഖൈർ, മസാ ഉൻ നൂർ. പിന്നെ പൊതുവേ നമ്മൾ ആദ്യം പറയുന്ന വാക്കാണ് സലാം പറയുന്നത് അല്ലേ? അസ്സലാമു അലൈക്കും എന്ന് പറയും. തിരിച്ച് വ അലൈക്കും അസ്സലാം. അപ്പോൾ അതും കലിമാത്ത് തഹ്ദീബിയാണ്. പിന്നെ നിങ്ങൾ എന്തൊക്കെ എഴുതി? സബാഹുൽ ഖൈർ, സബാഹുൻ നൂർ, മസാ ഉൽ ഖൈർ, മസാ ഉൻ നൂർ, അസ്സലാമു അലൈക്കും വ അലൈക്കും അസ്സലാം. ഇപ്പോൾ ഈ ഹിവാറിൽ കഴിഞ്ഞ അഹ്ലൻ, അഹ്ലൻ വസഹ്ലൻ അതും വന്നു അല്ലേ? അഹ്ലൻ, അഹ്ലൻ വസഹ്ലൻ. പിന്നെ ആയിവ ശുക്രൻ, ശുക്രൻ എന്ന് പറയുന്നതും കലിമാത്ത് തഹ്ദീബിയയിൽ വരുന്നതാണ്. തിരിച്ചെന്താ പറയുക ശുക്രൻ പറയുമ്പോൾ?
ഒരാൾ നമ്മോട് ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ എന്ത് പറയും? അഫ്വൻ. അഫ്വൻ അതും അതിൽപ്പെട്ടതാണ്. ശുക്രൻ, അഫ്വൻ. സുമ നമ്മൾ 2ാം ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? മിൻ ഫളിക്. ഒരാളോട് നമ്മൾ സംസാരം തുടങ്ങുമ്പോഴോ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോഴൊക്കെ പറയുന്ന വാക്കാണ് മിൻ ഫളിക്. ഇംഗ്ലീഷിലാണെങ്കിൽ പ്ലീസ് എന്ന് പറയും. പ്ലീസ്, ദയവായി, ദയവ് ചെയ്ത്. അപ്പോൾ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മിൻ ഫളിക്, പ്ലീസ്. പിന്നെ ഒരു വാക്കാണ് നമ്മൾ 2ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്, തഫല്ലൽ. തഫല്ലൽ അതെപ്പോഴാണ് പറയാം? നമ്മുടെ വീട്ടിലേക്കൊക്കെ ഒരാൾ വന്ന് നമ്മൾ ഇരിക്കാൻ പറയുമ്പോൾ അങ്ങനെ പറയാം, തഫല്ലൽ, തഫല്ലൽ എന്ന് പറയും. അങ്ങനെ കയറി വരാൻ പറയും അല്ലേ, തഫല്ലൽ, വരൂ. അതല്ലെങ്കിൽ നമ്മുടെ സാധനം ചോദിക്കണം, നമ്മളോട് ഒരാൾ പേന ചോദിച്ചു അല്ലെങ്കിൽ കിതാബ് ചോദിച്ചു. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ഇതാ എടുത്തോളൂ എന്ന് പറഞ്ഞു കൊടുക്കും, തഫല്ലൽ, തഫല്ലലിൽ കിതാബ്, തഫല്ലലിൽ കലം, ഇതായി പേന എടുത്തോളൂ, ഇതായി പുസ്തകം എടുത്തോളൂ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നൊരു കലിമാത്ത് തഹ്ദീബിയാണ് തഫല്ലൽ അല്ലേ. ഇതൊക്കെ നമ്മൾ 2ാം ക്ലാസ്സിൽ കണ്ടതാണ്, മിൻ ഫളികയും തഫല്ലലും ഒക്കെ. അപ്പോൾ ഇവയൊക്കെ കലിമാത്ത് തഹ്ദീബിയയിൽപ്പെട്ടതാണ്. ഇനിയും ഉണ്ടാകും, നമ്മളിങ്ങനെ ആലോചിച്ചാൽ ഒരുപാട് കലിമാത്ത് തഹ്ദീബിയ. ഞാൻ അധികം പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. ഇത് തീരെ എഴുതാത്തവരുണ്ടെങ്കിൽ ഇത് നോക്കി എഴുതിയെടുക്കുക. അപ്പോൾ തമാം. ഇനി നമ്മൾ നോക്കേണ്ടത് സഫറക്കും. സഫറക്കും സലാസും വസലാസൂൻ. നുലാഹിലു സൂറത വനക്തുബു അസ്മാ അൽ വജബാത്ത്. നുലാഹിലു സൂറത വനക്തുബു അസ്മാ അൽ വജബാത്ത്. അതാണ് അടുത്ത നഷാത്ത്. ഈ പ്രവർത്തനത്തിൽ നമ്മൾ ചെയ്യേണ്ടത് താഴെയുള്ള ചിത്രങ്ങൾ നിരീക്ഷിക്കണം. അവ നോക്കി മനസ്സിലാക്കിയ ശേഷം നമ്മൾ വജബാത്തിൻ്റെ പേരുകൾ എഴുതണം. വജബാത്ത് ഓരോ ഭക്ഷണങ്ങളാണ്, ഡിഷുകൾ, അവയുടെ പേര് എഴുതാനാണ്. നമ്മൾ ചിത്രം നോക്കുക ആദ്യം, അപ്പം മനസ്സിലാവും എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഷുഫ് ഇല സൂറ. മാലാ ഫി സൂറത്തിൽ ഊല. ഷുഫ് ഇല സൂറത്തിൽ ഊല. അവിടെ കുട്ടികൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ. ഔലാദ് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. യതനാവലുൽ ഔലാദ് അത്വആം. യതനാവലു അൽ ഔലാദു അത്വആമ. കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ, ഈ വജബത്തിൻ്റെ പേരെന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പേര് പറഞ്ഞിരുന്നു. അത് ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന് വേറൊരു പേര് പറഞ്ഞിരുന്നു. അതുപോലെ രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിനൊരു പേരുണ്ട് അല്ലേ. രാവിലത്തെ ഭക്ഷണത്തിന് ഇംഗ്ലീഷിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, മലയാളത്തിൽ പ്രാതൽ എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഉച്ചഭക്ഷണത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ ലഞ്ച് എന്ന് പറഞ്ഞിരുന്നു അല്ലേ, ഉച്ചഭക്ഷണം. ഇനി അതുപോലെ രാത്രിയിലെ ഭക്ഷണത്തിനൊരു പേരുണ്ട്. അപ്പോൾ ആ 3 പേരുമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിലേതാണ് ഒന്നാമത്തത് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഏതാണ് ഒന്നാമത്തെ വജബത്ത്? അഷ ആണോ, ഗദ ആണോ, ഫത്തൂർ ആണോ? ഒന്നാമത്തെ ചിത്രം നോക്കൂ, അതിലെന്തൊക്കെ കാണുന്നുണ്ട്? ആയിവ, ഔലാദ് ഉണ്ട് അല്ലേ. ഔലാദ് മാതായ ഫലൂൻ, മാതായ ഫലൂൻ. എന്താണ് ഔലാദ് ചെയ്യുന്നത്? കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? യതനാവലു ത്വആം. യതനാവലു അൽ ഔലാദ് അത്വആമ അല്ലേ. പിന്നെയോ ബാക്കിൽ എന്താ കാണുന്നത്? അതിൻ്റെ ബാക്കിൽ, ആ കുട്ടികളുടെ ബാക്കിൽ മദ്രസ കാണുന്നുണ്ട് അല്ലേ. ബിനാ ഉൽ മദ്രസ, സ്കൂളിൻ്റെ കെട്ടിടം കാണുന്നുണ്ട് അല്ലേ. ഒരു മുറ്റത്താണ് ഇരിക്കുന്നത്. പിന്നെ നല്ല പകൽ സമയമാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് നിങ്ങൾ നല്ല പകൽ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം ഏതായിരിക്കും? സ്കൂൾ പകുതിയാകുമ്പോൾ ലഞ്ചായിരിക്കും അല്ലേ, ഉച്ചഭക്ഷണമായിരിക്കും. അതാണ് അവർ കഴിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ പേരെന്താണ് നമ്മൾ പറയേണ്ടത്? ഗദാ. അപ്പോൾ അത് ഒന്നാമത്തെ സൂറത്തിൽ ഗദാ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആയിവ സുമ്മ ഇല സൂറത്തി സാനിയ. ഇനി 2ാമത്തെ സൂറത്ത് നോക്ക്. മാദാഫി സൂറത്തി സാനിയ. 2ാമത്തെ ചിത്രത്തിൽ യതനാവലുൽ വലദ് അത്വആം. ഇവിടെയും ഭക്ഷണം കഴിക്കുന്ന ചിത്രം തന്നെയാണ് അല്ലേ. ഒരു കുട്ടി മാത്രമാണ്, ഒരു വലത് മാത്രം അങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇത് ഏത് വജബത്തായിരിക്കും? അഷ ആണോ, ഗദ ആണോ, ഫത്തൂർ ആണോ? എങ്ങനെ മനസ്സിലാക്കും? ആയിവ, ആ കുട്ടി ഇരിക്കുന്നതിൻ്റെ മുകളിൽ, ആ കുട്ടിയുടെ തലയുടെ നേരെ മുകളിലൊരു സാഅത്ത് കണ്ടോ? ക്ലോക്ക് കണ്ടോ? ആയിവ, അതിലെത്രയാണ് സമയം? അതിലെ സമയം നോക്ക്. അപ്പം മനസ്സിലാവും ഏതാണ് സമയം എന്നുള്ളത് അല്ലേ. പിന്നെ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. ആ ജനലിലൂടെ നോക്കിയാൽ കാണാം. അവിടെ നാഫില കണ്ടില്ലേ. ആ നാഫിലയിലൂടെ, ആ ജനലിലൂടെ നോക്കിയാൽ നമുക്ക് എന്ത് കാണുന്നുണ്ട്? ഷംസ് ഉദിച്ചു വരുന്നുണ്ടല്ലേ. ഷംസുൻ മുഷ്രിഖ അല്ലേ, ഉദിച്ചു വരുന്ന സൂര്യനെ കാണുന്നുണ്ട്. നമ്മളവിടെ ഒരു സാഅത്ത് കണ്ടു. പിന്നെ ആ ജനലിലൂടെ അല്ലെങ്കിൽ വാതിലിലൂടെ എന്ത് കാണുന്നുണ്ട്?
ഷംസ് കാണുന്നുണ്ട്, ഷംസുൻ മുഷ്രിഖ, ഉദിച്ചു വരുന്ന സൂര്യൻ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇത് സമയം സ്വബാഹാണ് അല്ലേ, രാവിലെയാണ്. അതുകൊണ്ട് എന്തായിരിക്കും ആ വജബത്ത്? ഫത്തൂർ ആയിരിക്കും. അപ്പോൾ ഈ കുട്ടി യതനാവലു അൽ ഫത്തൂർ, യതനാവലു അൽ വലദ് അൽ ഫത്തൂർ. അതാണ് സൂറ സാനിയ. അപ്പോൾ സൂറ സാനിയ ഫത്തൂർ കഴിക്കുകയാണ് അല്ലേ. സുമ്മ ഇല സൂറത്തി സാലിസ, സൂറ സാലിസയിൽ കുട്ടി ഭക്ഷണം കഴിക്കുകയാണല്ലേ. യതനാവലു തആം അൽ വലദു യതനാവലു തആം. അതേത് തആമായിരിക്കും? ഏത് വജബത്തായിരിക്കും? അതേത് സമയമായിരിക്കും? അവിടെ ഒരു ക്ലോക്ക് ഉണ്ട്, സമയം അതിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സമയം 8 മണിയാണെങ്കിലും 8 മണി പകലും ഉണ്ടാവും രാത്രിയും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് പകലാണോ രാത്രിയാണോ? നേരത്തെ പോലെ തന്നെ ഇവിടെയും ആ നാഫിയത്തിലൂടെ നോക്കിയാൽ മനസ്സിലാവും. ആ രണ്ടാമത്തെ സൂറയിലെ നാഫിയത്തിലൂടെ സൂര്യനായിരുന്നു ഉദിച്ചു വന്നിരുന്നത് അല്ലേ. ഇവിടെയോ ചന്ദ്രക്കലയാണ് കാണുന്നത് അല്ലേ. ഒരു പകുതി പോലും ആവാത്ത ചന്ദ്രനാണുള്ളത്. അപ്പോൾ ചന്ദ്രൻ പകലാണോ രാത്രിയാണോ ഉണ്ടാവുക? അവിടെ നമുക്ക് മനസ്സിലാക്കാം രാത്രിയാണെന്നല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് രാത്രിയിലെ ഭക്ഷണമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ പേര്? അഷ. അഷ. അപ്പോൾ ഓരോ ചിത്രത്തിലെയും വജബത്ത് ഏതാണ് എന്ന് നമുക്ക് മനസ്സിലായില്ലേ. സൂറ ഊലയിൽ ഒന്നാമത്തെ ചിത്രത്തിൽ ഗദ ആണ്, സൂറ അസാനിയ ഫത്തൂറാണ്, സൂറ സാലിസ അഷ ആണ് എന്ന് മനസ്സിലായില്ലേ. ഇനി നിങ്ങൾ താഴെ നോക്ക്, അൽ ഫത്തൂറു ജാഹിസ് ഹയ്യ നഅ്കുൽ എന്ന് കണ്ടോ. അൽ ഫത്തൂറു ജാഹിസ് ഹയ്യ നഅ്കുൽ. ഫത്തൂർ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു ജുംല ഉണ്ടാക്കിയിട്ടുണ്ട്. ഫത്തൂർ ഉപയോഗിച്ച് ഒരു ജുംല ഉണ്ടാക്കി. ഇനി അതുപോലെ നിങ്ങൾ ഗദാവും അഷാവും ഉപയോഗിച്ച് ഓരോ ജുംലകൾ ഉണ്ടാക്കണം. അതിനാണ് താഴെ 2 വരി നിങ്ങൾക്ക് വേണ്ടി ഒഴിച്ചു വിട്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അൽ ഫത്തൂർ ജാഹിസ് ഹയ്യ നഅ്കുൽ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? അൽ ഫത്തൂർ ജാഹിസ്, ഇത് നമ്മൾ ആദ്യം ഒരു പാഠമായിട്ട് പഠിച്ചാണല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി, പ്രാതൽ തയ്യാറാണ് എന്നാണ് പറയുന്നത്. ഹയ്യ നഅ്കുൽ, വരൂ നമുക്ക് കഴിക്കാം. ഹയ്യ നഅ്കുൽ, വരൂ നമുക്ക് കഴിക്കാം. അപ്പോൾ പ്രാതൽ തയ്യാറാണ്, വരൂ നമുക്ക് കഴിക്കാം എന്നാണ് അൽ ഫത്തൂർ ജാഹിസ് ഹയ്യ നഅ്കുൽ. ഇനി അതുപോലെ ഗദാഇനും അഷാഇനും നിങ്ങൾ 2 ജുംല ഉണ്ടാക്കിയിട്ട് താഴെയുള്ള 2 വരികളിലായിട്ട് നിങ്ങളത് എഴുതി കൊടുക്കണം. അത്രയാണ് ഇന്നത്തെ ക്ലാസ്. അതോടുകൂടെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.